السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد. അടുത്തത്തെ ജീവിതത്തിലെ നിയമം അഹ്കാം നൂൻ സാക്കിന ഔ തെൻവീൻ. നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനെ കുറിച്ചുള്ള നിയമങ്ങൾ. ഈ നിയമം നമ്മൾ ആദ്യം അതിൻ്റെ നിർവചനം മനസ്സിലാക്കണം. നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനു ശേഷം അറബി ഭാഷയിലെ 28 അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള നിയമങ്ങൾ എന്നാണ് അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി പറയാം. നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനു ശേഷം അറബി ഭാഷയിലെ 28 അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള നിയമങ്ങൾ. അത് 4 നിയമങ്ങളാണ് ഇവിടെ പഠിക്കുക. അതിലൊരു നിയമത്തിന് 2 ശാഖകളുണ്ട് എന്ന് മാത്രം. ഒന്നാമത് ഇദ്ഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിവാക്കൽ എന്നാണ്. ഇത് 6 അക്ഷരങ്ങളാണ് ഈ നിയമത്തിലുള്ളത്. ഈ 6 അക്ഷരങ്ങൾ നമ്മൾ അക്ഷരം പഠിക്കുമ്പോൾ ഹുറൂഫി ഹലക്കി എന്ന് പഠിച്ച 6 അക്ഷരങ്ങളാണ്. അത് പറയാം. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഒന്നുകൂടി പറയാം. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനു ശേഷം വന്നാൽ മണിക്കാതെ കൂട്ടിക്കലർത്താതെ വെളിവാക്കി ഉച്ചരിക്കണം. അതാണ് ഇദ്ഹാർ. രണ്ടാമത്തത് ഇദ്ഗാം. ഇദ്ഗാമിനും 6 അക്ഷരങ്ങളാണുള്ളത്. ആ 6 അക്ഷരങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാറ് യർമിലൂന. യാ റ മീം ലാം വാവ് നൂൻ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനു ശേഷം വന്നാൽ അതിനാണ് ഇദ്ഗാം ചെയ്യുക എന്ന് പറയാം. ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇദ്ഗാമിൽ 2 തരമുണ്ട്. ഇദ്ഗാം ബി ഗുന്നയും ഉണ്ട്, ബിലാ ഗുന്നയുമുണ്ട്. അപ്പൊ പ്രവേശിപ്പിച്ച് മണിച്ചോതേണ്ടതുകൊണ്ട് മണിക്കാൻ പാടില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ മണിച്ചോതേണ്ട 4 അക്ഷരങ്ങളും മണിക്കാൻ പാടില്ലാത്ത 2 അക്ഷരങ്ങളുമാണ്. മണിക്കേണ്ടത് ഈ 4 അക്ഷരങ്ങളെ നൗമി എന്നുള്ള വാക്യം കൊണ്ടാണ് സാധാരണ ഓർക്കാറ്. നൂന് വാവ് മീം യ. ഈ 4 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനു ശേഷം ഈ 4-ൽ 1 അക്ഷരം വന്നാൽ അത് മെർജ് ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതണം. മെർജ് ചെയ്യുമ്പോൾ ഒരു ശബ്ദ വരും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഇദ്ഗാം ബിലാ ഗുന്ന. ബിലാ ഗുന്നക്ക് ബാക്കി 2 അക്ഷരങ്ങളാണ് ലാമും റായും. ഈ ബിലാ ഗുന്നക്ക് എപ്പോഴും ഇദ്ഗാം ബിലാ ഗുന്ന കാമിൽ പൂർണ്ണമായും ഇദ്ഗാം ആവണം. എന്ന് വെച്ചാൽ നൂൻ അല്ലെങ്കിൽ തെൻവീന്റെ ശബ്ദം, തെൻവീനിലുള്ള നൂൻ സാക്കിനയുടെ ശബ്ദം ഒട്ടും കേൾക്കാൻ പാടില്ല. അത് പൂർണ്ണമായും ലാമിനോ റാക്കോ ഷദ്ദായി മാറിയിട്ട് നൂന് അപ്രത്യക്ഷമാകണം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമത്തെ നിയമം. ആദ്യത്തെ നിയമം ഇദ്ഹാർ, രണ്ടാമത്തെ നിയമം ഇദ്ഗാം. അതിന്റെ 2 ശാഖകൾ ഇദ്ഗാം ബി ഗുന്നയും ഇദ്ഗാം ബിലാ ഗുന്നയും. മൂന്നാമത്തത് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിമറിക്കുക എന്നാണ്. നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനു ശേഷം ബാ വന്നാൽ ആ നൂൻ സാക്കിനയെയോ അല്ലെങ്കിൽ തെൻവീനിലുള്ള ആ നൂൻ സാക്കിന ഒളിഞ്ഞുകിടക്കുന്ന ആ നൂൻ സാക്കിനയെയോ മീം സാക്കിനയാക്കി മാറ്റി ഓതുക. മീം സാക്കിനയുടെ നിയമത്തിൽ നമ്മൾ ഇഖ്ഫയാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു. അപ്പോൾ നൂൻ സാക്കിന വന്നാൽ അതിനെ മീം സാക്കിനയാക്കി മാറ്റിയിട്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ബാനോട് ചേർത്ത് ഓതുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയാം. പിന്നെ 4ാമത്തെ നിയമം ഇഖ്ഫ. നമ്മൾ കഴിഞ്ഞ 3 നിയമങ്ങളിൽ 6, 6, 12, 1, 13 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ബാക്കി 15 അക്ഷരങ്ങൾക്കും ഇഖ്ഫ എന്ന 4ാമത്തെ നിയമമാണ് ചെയ്യേണ്ടത്. അഥവാ നൂൻ സാക്കിന അല്ലെങ്കിൽ തെൻവീനിന് ശേഷം 15-ൽ 1 അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിനെ നാം മറിച്ച് മണിക്കുക എന്നാണ് ഇഖ്ഫ എന്ന് പറഞ്ഞാൽ. മറിച്ച് മണിക്കുക എന്നും മറിച്ച് മണിക്കുക എന്നും പറയും. അതായത് നൂൻ സാക്കിനയുടെ അല്പശബ്ദവും അടുത്ത അക്ഷരത്തിന്റെ ശബ്ദവും കുറേശ്ശെ കേട്ടുകൊണ്ട് വേണം ഓതാൻ.
ആ 15 അക്ഷരങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വേണ്ടി പറയാം. ത, സ, ജ അല്ലെങ്കിൽ ജീം, ദാൽ, ദാൽ, സ, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്, ത്വ, ള, ഫ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫയിൽ ഉള്ളത്. ഈ 15 അക്ഷരങ്ങളിൽ കാഫും ഖാഫും മാത്രം ഉച്ചരിക്കുമ്പോൾ വായിലൂടെ ശബ്ദം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബാക്കി എല്ലാത്തിനും വായിലൂടെ അല്പം ശബ്ദം വരല് അതിൻ്റെ ഒരു ഭാഗമാണ്. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഈ നൂൻ സാക്കിനയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൻവീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.